ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ എയർ ഫ്രയറിൽ പിസ്സ ഉണ്ടാക്കാൻ പോവാണ്. എയർ ഫ്രയറിലും കാണിക്കുന്നുണ്ട്, എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് ഫ്രൈയിങ് പാനിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നും കാണിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണാം, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഡോ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഈസ്റ്റ് ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം നമ്മൾക്കിത് അടച്ചു വെക്കാം. ഇനി 15 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഇട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പോലെ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പോലെ ഒലീവ് ഓയിൽ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ വിട്ടുപോയതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത്, ഇത് ചപ്പാത്തിക്ക് പോലെ നല്ലോണം ഹാർഡായി കുഴക്കരുത്, കുറച്ച് ലൂസായിട്ട് വേണം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ തടവി കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം. 1 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി പിസ്സ സോസ് റെഡിയാക്കാം. ഇതിന് വേണ്ടി ഈ കുക്കറിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഓണിയൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. 3 വിസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം സ്റ്റീമൊക്കെ കളഞ്ഞ് നമ്മൾക്ക് തുറന്ന് ആദ്യം ഈ തക്കാളിയുടെ സ്കിന്നൊന്ന് റിമൂവ് ആക്കണം. സ്കിന്ന് റിമൂവ് ആക്കിയതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്രൈൻഡ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിനടുത്തായിട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലോണം തിളച്ച് കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ നമ്മുടെ പിസ്സ സോസ് റെഡിയായി. ഇവിടെ ഡോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ പിസ്സ സോസും നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ചെറിയൊരു പണി കൂടിയുണ്ട്. ഒരു 150-200 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണ് പെപ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ചില്ലി ഗാർലിക് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പോലെ പെരി പെരി ചിക്കനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് വേണ്ട ഫ്ലേവറിൽ ചെയ്യാം ചിക്കന്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ പോലെ ഒലീവ് ഓയിൽ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പകുതി ഡോ എടുത്ത് ഈ പേപ്പർ ലൈനിൽ ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്കിത് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കണം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എയർ ഫ്രയറിൽ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് പിസ്സ സോസ്, നമ്മൾ റെഡിയാക്കി വെച്ച പിസ്സ സോസ് നല്ലോണം തേച്ച് കൊടുക്കുന്നുണ്ട്. ഓണിയൻ, ക്യാപ്സിക്കം, ഒലീവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഇതിൻ്റെ മേലെ ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ പിസ്സ റെഡിയാവും. ബാക്കിയുള്ള ഡോ വെച്ച് ഈ പാനിൽ പിസ്സ റെഡിയാക്കുകയാണ്. പാനിലേക്ക് ഒലീവ് ഓയിൽ തേച്ച് കൊടുത്തത് പിസ്സ ഡോ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ഡോട്ട് ഇട്ട് കൊടുത്ത് ഒരു ചെറിയ തീയിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. എയർ ഫ്രയറിൽ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് പിസ്സ സോസ് തേച്ച് കൊടുക്കാം.
നേരത്തെ പോലെ തന്നെ ഓണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒലീവ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലായി തന്നെ ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ പാനിൽ പിസ്സയും ഇവിടെ റെഡിയാവും. അങ്ങനെ 2 പിസ്സയും റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറക്കരുത്. ഇതാ കട്ട് ചെയ്ത് കൂടി കാണിക്കുന്നുണ്ട്. യമ്മി ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.